ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കൂ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 കഷ്ണം നെയ്മീനാണ്. നെയ്മീൻ്റെ പകരം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഫ്രഷ് കുരുമുളക് പൊടിച്ചെടുത്തത് മതി കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് കളർ ചേഞ്ചായി വരും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മീനിലൊക്കെ നന്നായി ഒന്ന് മസാല പരത്തി കൊടുക്കുക. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മീൻ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹാഫ് കുക്ക് ആവുന്നത് വരെ മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാവുന്നത് വരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതായിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റാം. വേറെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു, 2 ഏലക്കായ, 2 പട്ട അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളനെ അരിഞ്ഞത്, 5 വെളുത്തുള്ളി നീളനെ അരിഞ്ഞത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള നീളനെ അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 4 പച്ചമുളക് നീളനെ അരിഞ്ഞത്. ഇതിൽ വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. 2 പാല് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീന്, കുറച്ച് കറിവേപ്പില, വട്ടന അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇതിന് മേലേക്ക് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 പാല് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തീ ഓഫ് ചെയ്യുക കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി രുചിയിൽ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിടിലൻ രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.